മലപ്പുറം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ തീരദേശ നഗരമായ പൊന്നാനിയിൽ സ്ഥിതി ചെയ്യുന്ന മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക ആരാധനാലയങ്ങളിൽ ഒന്നാണ് പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളി. മലബാറിന്റെ മക്ക എന്ന് പൊന്നാനി അറിയപ്പെടാൻ തുടങ്ങിയതിൽ ഈ പള്ളിക്കും അവിടെ നിലനിന്നിരുന്ന പവിത്രമായ പഠന പാരമ്പര്യത്തിനും വലിയ പങ്കുണ്ട്. നിർമ്മാണവും സ്ഥാപകനും. നിർമ്മാണ കാലഘട്ടം AD 1510 1519 ഇടയിലാണ് ഹിജ്റ 925 വലിയ ജുമുഅത്ത് പള്ളി നിർമ്മിക്കപ്പെടുന്നത്. സ്ഥാപകൻ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും സൂഫിയുമായിരുന്ന സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹ്മദ് അൽ മഅബരിയാണ് ഈ പള്ളി നിർമ്മിച്ചത്. ശില്പി ഒരു ഹിന്ദു ആശാരിയായിരുന്ന തച്ചൻ ആശാരി പണിക്കരാണ് പള്ളിയുടെ മരപ്പണികൾക്കും വാസ്തുവിദ്യയ്ക്കും നേതൃത്വം നൽകിയതെന്ന് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നു. സൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന ഒന്നാണ് ഈ പള്ളിയുടെ നിർമ്മാണം. വാസ്തുവിദ്യയുടെ പ്രത്യേകതകൾ. പൊന്നാനി വലിയ പള്ളി കേരളീയ വാസ്തുവിദ്യാ ശൈലിയുടെയും പാരമ്പര്യ തച്ചുകലയുടെയും മികച്ച ഉദാഹരണമാണ്. തടിയിലുള്ള നിർമ്മാണം. പൂർണ്ണമായും തടിയിലും വെട്ടുകല്ലിലും നിർമ്മിച്ചതാണ് ഇതിന്റെ ഉൾവശം. വലിയ തളങ്ങളും വലിയ മരത്തൂണുകളും പള്ളിയുടെ പ്രതാപം വിളിച്ചോതുന്നു. വിസ്തീർണം 90 അടി നീളവും 60 അടി വീതിയുമുള്ളതാണ് പള്ളിയുടെ പ്രധാന ഭാഗം. മേൽക്കൂര 3 തട്ടുകളിലായി സ്ഥിതി ചെയ്യുന്ന ഓടുമേഞ്ഞ മേൽക്കൂര കേരളത്തിലെ തനത് നിർമ്മാണ രീതിയാണ്. ഇസ്ലാമിക വിദ്യാഭ്യാസ കേന്ദ്രവും വിളക്കത്തിരിക്കലും. പൊന്നാനി വലിയ പള്ളി വെറുമൊരു ആരാധനാലയം മാത്രമല്ലായിരുന്നു. നൂറ്റാണ്ടുകളോളം തെക്കേ ഏഷ്യയിലെ തന്നെ പ്രമുഖ ഇസ്ലാമിക സർവകലാശാലയായി ഇത് പ്രവർത്തിച്ചു. വിളക്കത്തിരിക്കൽ. വലിയ പള്ളിയുടെ നടുവിൽ തൂക്കിയിട്ട ഭീമൻ എണ്ണവിളക്കിനു ചുറ്റുമിരുന്ന് സൈനുദ്ദീൻ മഖ്ദൂമിൽ നിന്നും തുടർന്നു വന്ന പണ്ഡിതന്മാരിൽ നിന്നും വിജ്ഞാനം നേടുന്ന രീതിയായിരുന്നു ഇത്. മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്, ലക്ഷദ്വീപ്, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനെത്തിയിരുന്നു. ഇവിടെ ഇരുന്ന് പഠനം പൂർത്തിയാക്കുന്നവർക്ക് നൽകിയിരുന്ന ബിരുദമാണ് മുസ്ലിയാർ പദവി. സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യം. സാമൂതിരിയുമായുള്ള ബന്ധം. പൊന്നാനി ഭരിച്ചിരുന്ന സാമൂതിരി രാജാക്കന്മാരുമായി മഖ്ദൂം കുടുംബത്തിന് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിനെതിരെ പോരാടാൻ സാമൂതിരിയെ പിന്തുണയ്ക്കുകയും ജനങ്ങളെ അതിനായി ബോധവൽക്കരിക്കുകയും ചെയ്ത ചരിത്രം മഖ്ദൂമുമാർക്കുണ്ട്. മഖ്ദൂം രണ്ടാമൻ എഴുതിയ തഹ്ഫത്തുൽ മുജാഹിദീൻ ഇതിന് തെളിവാണ്. മഖ്ബറ. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ഉൾപ്പെടെയുള്ള പ്രമുഖ മഖ്ദൂം പണ്ഡിതന്മാരുടെ ഖബറിടങ്ങൾ മഖ്ബറ ഈ പള്ളിക്കകത്തും പരിസരത്തുമായി സ്ഥിതി ചെയ്യുന്നു. ഇന്നും പാരമ്പര്യവും തനിമയും ചോർന്നുപോകാതെ പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളി ചരിത്ര സ്മാരകമായും പ്രധാന ആരാധനാലയമായും നിലകൊള്ളുന്നു.